അതെ ചേച്ചി. എന്താ കാര്യം? മടിയൊന്നും വേണ്ട, ചോദിക്ക. അല്ല, മിനിസ്റ്റർക്കെതിരെയുള്ള ചില തെളിവുകൾ ചേച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടും ഇതുവരെ അതൊന്നും വാർത്തയിൽ വന്നില്ലല്ലോ. അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ഞങ്ങൾ തമ്മിലൊരു സംസാരം വന്നു. അതെന്തായാലും ചേച്ചിയോട് നേരിട്ട് തന്നെ ചോദിച്ചറിയുന്നതാണല്ലോ. അതിന്റെ ശരിയെന്ന് വിചാരിച്ചു വന്നതാ. ആ പെൻഡ്രൈവ് എന്റെ കയ്യിൽ തന്നത് നിങ്ങൾ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യം എന്തായിന്ന് ചോദിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. അങ്ങനെയൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല ചേച്ചി. കാര്യം അറിയാലോ എന്ന് കരുതി ചോദിച്ചതാ. അതിന്റെ കാരണം ഞാൻ പറയാം. ഈ വാർത്ത വെളിയിൽ വരുമ്പോ വലിയ പ്രശ്നങ്ങളുണ്ടാവും. മന്ത്രിസഭയെ വരെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷന്റെയും തെളിവുകളുടെ എല്ലാം ആധികാരികത പരിശോധിച്ചിട്ട് വേണം അത് എയർ ചെയ്യാൻ. അല്ലെങ്കിൽ അവസാനം നമ്മൾ പ്രതിക്കൂട്ടിലാവും. അല്ല, നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പൊ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാരണം ഉണ്ടായിരിക്കണം. ശരിയാ ചേച്ചി. വിനീതയുടെ കേസ് അന്വേഷിക്കുന്ന CI ശരിക്കും കറപ്റ്റഡ് ആണ്. അയാള് പ്രദീപിനും അയാളുടെ വീട്ടുകാർക്കും അനുകൂലമായ രീതിയിലാണ് കേസ് കൊണ്ടുപോകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ വേണ്ട കാര്യങ്ങളൊക്കെ വിനോദും പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു വിധത്തിൽ ശരിയാക്കിയതായിരുന്നു. പക്ഷെ അവസാനം മന്ത്രി ഇടപെട്ട് ട്രാൻസ്ഫർ എല്ലാം തടഞ്ഞു കളഞ്ഞു. ശരി, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? മിനിസ്റ്റർ ഇടപെട്ടതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കില്ല. വിനീതയുടെ മരണത്തിന് കാരണമായവർക്ക് ശരിയായ ശിക്ഷ കിട്ടണം. അതിന് അന്വേഷണം നേരായ വഴിക്ക് നടക്കണം. അതിന് നമ്മുടെ കയ്യില് ഒരു ആയുധമുള്ളത് ആ പെൻഡ്രൈവാ. അതിന്റെ സത്യാവസ്ഥ ചേച്ചിക്ക് ബോധ്യപ്പെട്ട ഉടനെ അത് വാർത്തയായാൽ മന്ത്രിയുടെ നിലപാടിൽ മാറ്റം വരും. മനസ്സിലായി. വിനീതയ്ക്ക് നീതി കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. പ്രദീപിന്റെ അച്ഛനും അമ്മയും എല്ലാം മിനിസ്ട്രി ലെവലിൽ നല്ല സ്വാധീനമുള്ളവരാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അല്ല, അതെങ്ങനെ നടക്കും? വിനീതയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കാശ് കിട്ടില്ലല്ലോ. 6 മാസത്തിനുള്ളിൽ ഇവനെ കൊണ്ട് മറ്റൊരു വിവാഹം ഞാൻ കഴിപ്പിക്കും. ആ പെണ്ണിന്റെ സ്വർണവും സ്ത്രീധന തുകയൊക്കെ കിട്ടുമല്ലോ. റിസോർട്ടുകാർക്ക് 11 മാസത്തെ എഗ്രിമെന്റാ കൊടുത്തിരിക്കുന്നത്. ഇനിയും 10 മാസം ബാക്കിയുണ്ട്. അല്ലമ്മേ, രമേശ് ഏട്ടന്റെ ദുബായിലെ ബിസിനസ് കുറച്ച് പ്രശ്നത്തിലാ. കുറച്ച് നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്താ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അവനെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല പ്രസീദേ. അവനോട് തിരിച്ചു വരാൻ പറ. ഇവിടെ എന്തെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് കാശ് ചോദിക്കാൻ അവന് നാണമില്ലേ? അപ്പൊ നമ്മൾ അതുപോലെയാണോ ഇത്? നീ എന്റെ മോനാ, നിനക്ക് ആ വാല്യൂ ഉണ്ട്. അതുപോലെയാണോ രമേശൻ? അവൻ ശരിക്കും ഇങ്ങോട്ടാ കാശ് തരേണ്ടത്. അമ്മേ, അത് പിന്നെ അവിടെ യുദ്ധമല്ലായിരുന്നോ? അതുകൊണ്ട് ഇത്ര ലോസ് വന്നത്. ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് തീരട്ടെ, അത് കഴിഞ്ഞു നോക്കാം. നീ അവനോട് പറഞ്ഞേക്ക്. ശരി. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ. എല്ലാം ന്യൂസിൽ വന്നത് കണ്ടില്ലേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അത് കിട്ടണ്ടേ? നിന്റെ വീട്ടിലിരിക്കുന്ന ഒരു പെൻഡ്രൈവ് എടുത്തു തരാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ എന്റെ ഒപ്പം ബിസിനസ് ചെയ്യുന്നത്? ധൈര്യമില്ലാഞ്ഞിട്ടല്ല. ആ പെൻഡ്രൈവ് ചേച്ചി വളരെ സുരക്ഷിതമായിട്ട് മറ്റെവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എവിടെ ആയിരുന്നാലും അത് കണ്ടെത്തി തിരിച്ചെടുത്ത് തരേണ്ടത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. നീയൊക്കെ വെറും വേസ്റ്റാടാ. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വെറും വേസ്റ്റ്. ഹലോ സാർ.
എന്തൊക്കെ പറയുന്നേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. എടി മോളെ, ആ മന്ത്രി രാജിവെച്ചത് പൂർണിമ കൊടുത്ത വാർത്തയുടെ പേരിലാ. അവരിനി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? മിക്കവാറും മന്ത്രിയുടെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് പൂർണിമയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എങ്ങനെ അവര് ഈ വീട് ആക്രമിച്ചാ അത് നമ്മളെ കൂടി ബാധിക്കില്ലേ? ഓഹോ, അപ്പൊ ഒറ്റയ്ക്ക് ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നല്ലേ? എടി, ഞാൻ മാത്രമല്ല, നീയും കുറച്ചാൾ വന്ന് വീട്ടിൽ നിൽക്ക്. പൃഥ്വിയും കൂട്ടിക്കോ. ഇവിടെയുള്ളവരെ മന്ത്രിയുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യട്ടെ. അതൊന്നും നടക്കില്ലമ്മേ. അതെന്താ? അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അങ്ങനെ വന്ന് ഒളിച്ചു താമസിക്കും? അതെ, അഷിത ഈ വീട്ടിലേക്ക് വന്നത് മരണം വരെ ഇവിടെ ജീവിക്കാനാ. ശ്ശോ, പിന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും കാരണം ആ ദുർഗയും കിരണുവാ. അവരാ പൂർണിമേച്ചയെ കൊണ്ട് അങ്ങനെ ഒരു ന്യൂസ് കൊടുപ്പിച്ചേ. ഈ പൂർണ്ണിമ എന്തിനാ ദുർഗയും കിരണിനെ ഇങ്ങനെ അനുസരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു കാര്യം അവർക്കിടയിലുണ്ട്. അത് വെച്ചാ അവര് പൂർണിമേച്ചയെ സ്വാധീനിക്കുന്നെ. ഏതായാലും ഒരു പ്രശ്നം വന്ന ഈ വീട്ടിലുള്ളവരെ മുഴുവൻ അത് ബാധിക്കുമെന്ന് ഉറപ്പാ. മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുമ്പോ അത് നിസ്സാരമൊന്നുമല്ല. അതുകൊണ്ട് വാശി കാണിക്കാതെ നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ. അതാ ബുദ്ധി. അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അമ്മ പൊക്കോ. ഞാൻ എന്തായാലും വരില്ല. അങ്ങനെ ഒന്നിനെയും പേടിച്ച് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്ന് അഷിത ഇറങ്ങില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്ത് കാര്യത്തിനായാലും നിനക്കൊപ്പം ഈ അമ്മയുണ്ടാവും.